ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരുടെയും ക്രിസ്മസ് ഒക്കെ അടിപൊളിയായിരുന്നു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും നന്നായിട്ട് ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ചു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും എങ്ങനെയാണ് ആഘോഷിച്ചതെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ക്രിസ്മസിനുള്ള എൻ്റെ ഔട്ട്ഫിറ്റ്, പള്ളിയിൽ പോകുന്നതിന് മുന്നായിട്ടുള്ളത്. അപ്പം സാഞ്ചേട്ടൻ്റെ ഔട്ട്ഫിറ്റ് ഇതായിരുന്നു. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഒക്കെ ചേർന്നിട്ടുള്ള 2-3 ഫോട്ടോസും കൂടെ ഇതിൽ ചെയ്യുവാണ് കേട്ടോ. ഞാൻ അപ്ലോഡ് ചെയ്യുവാണ്. അപ്പോൾ അന്നത്തെ ദിവസം രാത്രി പള്ളിയിൽ പോകുന്നതിന് മുന്നായിട്ട് തന്നെ നമ്മൾ പിന്നെ പള്ളിയിൽ നിന്ന് വരുമ്പം 3 മണി 3:30 ആവും കേട്ടോ. അതുകൊണ്ട് ഉണ്ണി ഈശോനെ പുൽക്കൂട്ടിൽ വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു വെള്ള ടവലിൽ, നല്ല പുതിയ ഒരു ചെറിയ ടർക്കി ടവലിൽ ഉണ്ണി ഈശോനെ ഇതാ സാഞ്ചേട്ടൻ തന്നെയാണ് പുൽക്കൂട്ടിൽ കിടത്തിയത് കേട്ടോ. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയ ഒരു സന്തോഷമുണ്ടല്ലോ, അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം 25 നോമ്പൊക്കെ എടുത്ത് ആ ഒരു പാതിര കുർബാനയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിരിക്കുമായിരുന്നു. കാരണം അതിൻ്റെ 2 ദിവസം മുന്നേ ഉള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നില്ല, എനിക്ക് കുറേശ്ശെ വീസിങ് തുടങ്ങി. അപ്പോൾ അന്ന് രാത്രിയൊക്കെ ആയപ്പോഴത്തേക്ക് കുറച്ച് അധികം വീസിങ് ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ഫോട്ടോയിൽ കണ്ടാൽ പറയോ, ഒരിക്കലും പറയില്ല. അപ്പോൾ അങ്ങനെ എന്നിട്ടും എനിക്ക് ഇത്രയും സാധിച്ചപ്പോൾ അതെനിക്കൊരു ഭയങ്കര സന്തോഷമായിരുന്നു. അവിടെ ഒരു ക്യാൻഡിലുണ്ടായിരുന്നു, LED ക്യാൻഡിൽ. അപ്പോൾ അതൊക്കെ കത്തിച്ച് വെച്ച് കഴിഞ്ഞപ്പോഴത്തേൽ എനിക്ക് അറിയത്തില്ല കേട്ടോ എൻ്റെ സന്തോഷം എങ്ങനെ നിങ്ങളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യണമെന്ന്. അത്രയ്ക്ക് മനസ്സ് നിറഞ്ഞിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിതാ പള്ളിയിലേക്ക് പോയി കേട്ടോ. അപ്പോൾ പള്ളിയിൽ രാത്രി 11:30-ക്കാണ് ഞങ്ങളുടെ സർവീസ് തുടങ്ങുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പള്ളി കേട്ടോ. കുമാരപുരത്തുള്ള സെൻറ്റ് പയസ് ചർച്ചാണ്, സെൻറ്റ് പയസ് 10 ചർച്ചാണ് ഞങ്ങളുടെ ഇടവക പള്ളി. ഒരു ചെറിയ പള്ളിയാട്ടോ, അധികം ഇതൊന്നുമില്ല. ഒരു 200-250 ഇടവകക്കാർ മാത്രമേ ഉള്ളൂ കേട്ടോ. അതാ സെൻറ്റ് പയസ് 10 ചർച്ചാണ്. അപ്പോൾ ഞാൻ ജനിച്ചതും എനിക്ക് മാമോദീസ കിട്ടിയതും ഞാൻ വളർന്നതും ഞാൻ കൂദാശകളൊക്കെ സ്വീകരിച്ചത് ഈ പള്ളിയിലാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഇടവക പള്ളിയാണിത്. അത് അപ്പോൾ ഞങ്ങളുടെയൊക്കെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് തന്നെയാണ്. ഇന്നത്തെ ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്ന മുഴുവൻ ഞങ്ങളുടെ പള്ളിയിലെ ക്രിസ്തുമസ് ആഘോഷങ്ങളിൽ എങ്ങനെയൊക്കെയായിരുന്നു, പുൽക്കൂട് എങ്ങനെയായിരുന്നു പള്ളി ഡെക്കറേറ്റ് ചെയ്തിരുന്നത്, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള പ്രോഗ്രാംസ് ഒക്കെയാണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. വേറെ വീട്ടിലെ കാര്യങ്ങളൊന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ അച്ഛന്മാരൊക്കെ കുർബാനയ്ക്ക് മുന്നായിട്ട് അൾത്താരയിലോട്ട് കയറാൻ പോകുന്ന ആ ഒരു കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ തിരുവനന്തപുരത്ത് ഇപ്പം ഞങ്ങളുടെ ഈ ഇടവകയിൽ നടക്കുന്ന കാര്യങ്ങൾ, ഞങ്ങളുടെ ഫാമിലിയിൽ തന്നെ ഒത്തിരി പേര് ഇപ്പം വേറെ വേറെ സ്ഥലങ്ങളിലാണ്. അപ്പോൾ അവരുടെയൊക്കെ ഇടവകപ്പള്ളിയാണിത്. പിന്നെ അവർക്കൊക്കെ അപ്പം നമ്മുടെ പള്ളിയിൽ ക്രിസ്മസിൻ്റെ ഇതൊക്കെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഫാമിലിയിലുള്ളവരും എൻ്റെ ഈ വീഡിയോസ് കാണുന്നവരുണ്ട്. പിന്നെ അല്ലാതെ എനിക്ക് പരിചയമുള്ളവരും അല്ലാതെ നിങ്ങൾക്കും ഒക്കെ ഇപ്പം കാത്തലിക്സ് അല്ലാത്തവരും ഒക്കെ വീഡിയോസ് കാണുന്നവരുണ്ട്. അപ്പോൾ ഞങ്ങളുടെ പള്ളിയിൽ എന്തായിരുന്നു എന്നുള്ളത് നിങ്ങളെയും കൂടെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ കാണിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ പള്ളിയിൽ ഇപ്പോൾ 12 മണിയായപ്പോൾ തന്നെ ഉണ്ണി പിറന്നു. അപ്പോൾ ഉണ്ണി ഈശോനെ അച്ഛനിങ്ങനെ പുൽക്കൂട്ടിൽ കൊണ്ടുവന്ന് വെക്കുവാണ് കേട്ടോ. പക്ഷെ ആ പുൽക്കൂടിൻ്റെ ആ ഭാഗമൊന്നും എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയില്ല. കാരണം ആൾക്കാരൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു. ഞാൻ കുറച്ച് ബാക്കിലോട്ടാണ് ഇരുന്നത്. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഫ്രണ്ടിലോട്ട് ഇരുന്നിരുന്നെങ്കിൽ കുറച്ചും കൂടെ അച്ഛൻ കൊണ്ടുവന്ന് വെക്കുന്നതൊക്കെ എനിക്ക് കാണാമായിരുന്നു. പിന്നെ ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്കൊരു ഡിസ്റ്റർബൻസ് ആവില്ലേ നമ്മൾ വീഡിയോ എടുക്കുന്നതൊക്കെ. അതുകൊണ്ടാണ് ഞാനത് ഒഴിവാക്കിയത്. ഇത് നമ്മുടെ അഡ്വെൻറ്റ് റീത്താണ്. അപ്പോൾ അത് ഒക്കെ അച്ഛൻ ക്രിസ്തു പിറന്നപ്പോൾ ആ വൈറ്റ് ക്യാൻഡിലൊക്കെ കത്തിച്ച് ഇപ്പോൾ നമ്മുടെ കുർബാന നടക്കുകയാണ് കേട്ടോ. പിന്നെ കുർബാനയുടെ ഡീറ്റെയിൽസ് ഞാൻ അധികം എനിക്ക് വോയിസ് കൊടുക്കാൻ പറ്റത്തില്ല, കാരണം കോപ്പിറൈറ്റ് വരുമോ എന്ന് പേടിയുണ്ട്. അപ്പോൾ കുർബാന കഴിഞ്ഞിട്ടാണ് ഇതാണ് ഞങ്ങളുടെ പുൽക്കൂട്.
പുൽക്കൂടിൻ്റെ മേളിലൊക്കെ ഇങ്ങനെ മഞ്ഞായിട്ട് കോട്ടണൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാ ഇത് ഞങ്ങളുടെ ഉണ്ണി, നല്ല ഉണ്ണീശോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഉണ്ണീശോയെ. നന്നായിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു കണ്ടോ. അപ്പോൾ സ്കൈയൊക്കെ നല്ല പഞ്ഞിയൊക്കെ വെച്ചിട്ട് ഞങ്ങളുടെ KCYM പ്രവർത്തകർ നല്ല രീതിയിൽ പുൽക്കൂടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ കുർബാന കഴിഞ്ഞിട്ട് എല്ലാവരും ഉണ്ണീശോനെ തൊട്ടുമുത്താനും പ്രാർത്ഥിക്കാനുമായിട്ട് പോയപ്പോഴാണ് ഞാനും പോയിട്ട് അവിടുത്തെ ഇതൊക്കെ എടുത്തത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കുട്ടികളുടെയും വലിയവരുടെയൊക്കെ കുറച്ച് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ കരോൾ ഗാനങ്ങളൊക്കെ ആലപിക്കുക, പിന്നെ കുട്ടികളുടെ ഡാൻസ്, ഇതൊക്കെ. അപ്പോൾ ഇത് 2 കുട്ടികൾ, പെൺകുട്ടികളാണ് കേട്ടോ. അവർ ഗിറ്റാറും ജാസും അവർ വായിക്കുന്നതിൻ്റെ ഇതാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഈ കോപ്പിറൈറ്റ് പ്രശ്നം ഉള്ളതുകൊണ്ട് എനിക്ക് സൗണ്ട് ഇടാനായിട്ട് പറ്റത്തില്ല. കാരണം അത് പിന്നെ യൂട്യൂബിൽ കോപ്പിറൈറ്റ് എന്നും പറഞ്ഞ് വരും. അതുകൊണ്ടാണ് ഞാൻ ഈ സൗണ്ട്സ് ഒന്നും ഇടാത്തത്. അപ്പോൾ ഇനി ഇതാ പൂത്തിരിയൊക്കെ കത്തിച്ച് നല്ല ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ഇപ്രാവശ്യത്തെ ക്രിസ്മസ് എന്ന് പറയുന്നത് എല്ലാവരും ഭയങ്കരമായിട്ട് സന്തോഷിച്ചു. എനിക്ക് വീട്ടിലെ കാര്യങ്ങളൊക്കെ കുറച്ച് കാണിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഈ പാതിര കുർബാനയ്ക്കൊക്കെ നിന്നിട്ട് ഞാൻ ഈ പ്രോഗ്രാംസൊക്കെ കാണാനായിട്ട് നിന്നായിരുന്നല്ലോ. ജോനെ ഉണ്ടായിരുന്നു. അപ്പോൾ ജോനെയും പ്രോഗ്രാംസിൽ പങ്കെടുക്കുന്നതുകൊണ്ട് ഞങ്ങൾ അവിടെ തന്നെ നിന്നു. അപ്പോൾ പുറത്ത് വെച്ചിട്ടാണ് ഈ പ്രോഗ്രാംസൊക്കെ നടന്നത്. അപ്പം മഞ്ഞും കൂടെ കൊണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് കുറച്ച് അസുഖം എന്താ പറയുന്നത്, കുറച്ച് വേഴ്സ്റ്റായി. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഒന്നും എനിക്ക് എൻ്റെ വീട്ടിലായിരുന്നു ക്രിസ്മസ് ആഘോഷമൊക്കെ, എൻ്റെ തറവാട്ടിൽ, മമ്മിയുടെയും ഡാഡിയുടെയും കൂടെ. അപ്പോൾ അവിടെ പോയിട്ട് എൻ്റെ ഡാഡി ആയിരുന്നു കേട്ടോ കംപ്ലീറ്റ് കുക്കിങ്ങും ഒക്കെ. എന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് പ്രിയ ഉണ്ടാക്കി. പ്രിയ എന്ന് പറയുന്നത് എൻ്റെ ബ്രദറിൻ്റെ വൈഫ്. അപ്പോൾ അവളുണ്ടാക്കി. ബാക്കി ലഞ്ചിൻ്റെ എല്ലാ പ്രിപ്പറേഷനും എൻ്റെ ഡാഡിയാണ്. എൻ്റെ ഡാഡി നന്നായിട്ട് കുക്ക് ചെയ്യും കേട്ടോ. അപ്പോൾ ഡാഡിയുടെ കുക്കിങ്ങൊക്കെ എടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തീരെ വയ്യാത്തത് കൊണ്ട് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഡാഡിയുടെ കുക്കിങ്ങും ഇതൊക്കെ ഞാൻ വേറൊരു വീഡിയോ ചെയ്യുമ്പോഴത്തേൽ ഡാഡിയുടെ അടുത്ത് പറഞ്ഞ് ഡാഡിയെ കൊണ്ട് ചെയ്യിപ്പിച്ച് ഞാൻ വീഡിയോ എടുത്തിടാം കേട്ടോ. ഇന്നത്തെ എൻ്റെ അവസ്ഥ വളരെ മോശമായിരുന്നു. അതുകൊണ്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഞാൻ 26-നാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. വോയിസ് കൊടുക്കുന്നതും അപ്പോഴും തന്നെയാണ്. 25-ന് പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു, പക്ഷെ എനിക്ക് പറ്റിയില്ല. അപ്പം കുട്ടികളുടെ ഡാൻസാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മുടെ ജോനയുണ്ട്, ജോനയുടെ ഡാൻസും ഇതൊക്കെ. പിന്നെ വലിയ ആൾക്കാരുടെയും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അവസാനം വലിയ ആൾക്കാരുടെയും കുറച്ച് ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ പള്ളിയിൽ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ക്രിസ്മസിന് രാത്രി കുർബാന കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ കുട്ടികളുടെയും വലിയ ആൾക്കാരുടെയും പ്രോഗ്രാംസ്, പിന്നെ സാന്റാക്ലോസിൻ്റെ ഡാൻസ്, പിന്നെ എന്താ പറയുന്നത് കരോൾ ഗാനങ്ങൾ ആലപിക്കാം. പിന്നെ അത്യാവശ്യം ഈ എന്താ പറയുന്നത് ഫയർ വർക്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പൊട്ടുന്ന ഇതൊന്നുമല്ല, അല്ലാതെ ഇങ്ങനെ പൂത്തിരി, കമ്പിത്തിരി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അപ്പം അതുകൊണ്ടൊക്കെ നമ്മുടെ എന്താ പറയുന്നത്, നമ്മൾ ഭയങ്കര ഹാപ്പി. ഒരു ക്രിസ്മസ് വൈബ് എന്ന് പറയുന്നത് ആ പാതിര കുർബാനയ്ക്ക് പോകുമ്പോഴാണ് കേട്ടോ. അല്ലെങ്കിൽ ആ ഒരു ക്രിസ്മസിൻ്റെ ഒരു വൈബ് നമുക്ക് കിട്ടത്തില്ല. അപ്പം ഞങ്ങൾ ചെറുപ്പം മുതലേ ഏറ്റവും കൂടുതൽ കഴിവതും ഒഴിവാക്കാതെ നോക്കുന്ന ഒരു കാര്യമാണ് രാത്രിയിലത്തെ പാതിര കുർബാന. ഭയങ്കര രസമാണ് കേട്ടോ. പിന്നെ പിറ്റേ ദിവസം രാവിലെയും അതെ, രാവിലെ എഴുന്നേറ്റ് എല്ലാവരും കൂടെ ആയിട്ട് ഇങ്ങനെ കുക്ക് ചെയ്യുക, എന്നിട്ട് എല്ലാവരും ഒരുമിച്ച് ഒക്കെ ഇതാക്കുക. ഞങ്ങളുടെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഫെസ്റ്റിവൽസിൽ ഏറ്റവും പ്രിയപ്പെട്ടത് ക്രിസ്മസാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലോകം മുഴുവൻ ആഘോഷിക്കുന്ന ഒരു ഫെസ്റ്റിവലാണ്. അതുകൊണ്ട് തന്നെ പിന്നെ അതിൻ്റെ ആ ഒരു കളറും ആ ഡെക്കറേഷനും ആ ഒരു പാതിര കുർബാന, ഇതൊക്കെ ഭയങ്കര നമ്മളെ ഇങ്ങനെ പോസിറ്റിവിറ്റി നമ്മളിൽ നിറച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ക്രിസ്മസ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്.
അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേറെ കുട്ടികളുടെ ഡാൻസ് ആയിരുന്നു കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും റെഡ് ഇട്ടിരിക്കുമ്പോഴത്തേൽ നിങ്ങൾക്ക് ഡൗട്ട് തോന്നും എല്ലാവരും ഒരു ഡാൻസ് തന്നെയാണ് കാണിക്കുന്നത്. അല്ല, ക്രിസ്മസിൻ്റെ ആ ഒരു തീമായതുകൊണ്ട് എല്ലാവരും റെഡാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ റെഡ് കളറിലെ ഇതായിരുന്നു. അപ്പോൾ ഡ്രസ്സിൻ്റെ ഇതിലൊക്കെ വ്യത്യാസമുണ്ട്, പക്ഷെ റെഡ് കളർ ആകുമ്പോഴത്തേൽ കൂടുതൽ അങ്ങോട്ട് മനസ്സിലാവാത്തതാണ് കേട്ടോ. അപ്പോൾ ഇത് വേറെ കുട്ടികളുടെ ഡാൻസ് ആയിരുന്നു. എല്ലാ കുട്ടികളും അതെ നന്നായിട്ട് കളിച്ചു, നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് വലിയവരും എല്ലാവരും കൂടെയൊക്കെ ചേർന്നിട്ട് വേറെ ഒരു ഡാൻസ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ പാട്ടൊക്കെ നല്ല പാട്ടുകളായിരുന്നു കേട്ടോ, പക്ഷേ നമുക്ക് ഇടാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പാട്ടൊന്നും ഇടാതിരുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോഴുള്ള ഏറ്റവും വലിയ ഒരു ഗുണം എന്ന് പറയുന്നത് വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ലൈക്ക് ചെയ്യണം എന്ന് പറയുന്നത്. പിന്നെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം അടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമൻസ് നിങ്ങളുടെ കമൻസിലൂടെയാണ്. അത് വായിക്കുമ്പം എനിക്കൊരു പ്രത്യേക സന്തോഷമാണ്. എല്ലാവരും ഇപ്പം തന്നെ മെറി ക്രിസ്മസ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് അറിഞ്ഞൂടാത്തവർ വരെ എനിക്ക് മെറി ക്രിസ്മസും എൻ്റെ ഫാമിലിക്കും മെറി ക്രിസ്മസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഇതിൽ കൂടെ കിട്ടുന്നതും ഞാൻ ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. കുറേ നമുക്ക് ഒരു വലിയൊരു ഫാമിലി ഉണ്ടാക്കാം, അതിൽ കൂടെ കുറേ ഫ്രണ്ട്സിനെ ഉണ്ടാക്കാം എന്നൊക്കെ തന്നെയാണ് എൻ്റെ ആഗ്രഹം. അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്നെക്കൊണ്ടാവുന്ന പോലെ ഞാൻ റിപ്ലൈ ചെയ്യുന്നുണ്ട്. ഇനിയും അങ്ങനെ തന്നെ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ.